ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചാണ് നമ്മളൊക്കെ കൂടുതലും പറയുന്നതും ചർച്ച ചെയ്യുന്നതും. ജീവിച്ചിരിക്കുന്നവരുടെ കഥകളാണ് നമ്മൾ കൂടുതലായിട്ട് കേൾക്കുന്നത്. ഇനി മരിച്ചവരെ കുറിച്ച് കേൾക്കുകയാണെങ്കിലോ, അവർ ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിലുള്ള ചരിത്രങ്ങളും അവരുടെ വീരേതിഹാസ്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ നാളുകളായി മലയാളികൾ മരിച്ചതിന് ശേഷമുള്ള ഒരു ബോഡിയെക്കുറിച്ച്, അത് വിശദീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. മലയാളികൾ കഴിഞ്ഞ 2 മാസത്തിലേറെയായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗംഗാവലി പുഴയിൽ 72 ദിവസങ്ങളോളം പുഴയോടൊട്ടിച്ചേർന്ന് കിടന്ന അർജുൻ എന്ന പ്രിയ സഹോദരനെ കുറിച്ചുള്ള, ആ പ്രിയ സഹോദരന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ മൃതശരീരത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, കിട്ടുന്നത് വരെ കിട്ടിയതിന് ശേഷവും മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷവും ചർച്ചകൾ വളരെയേറെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ പുതിയ ഒരുപാട് വിവാദങ്ങൾ വരുന്നു. ആ വിവാദങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ഇതിനിടയിൽ മറ്റൊരു മൃതശരീരം, അതിനൊരുപാട് പഴക്കമുണ്ട്. ഇത് 72 ദിവസത്തെ പഴക്കേ നമ്മുടെ അർജുന്റെ ശരീരത്തിനുള്ളൂ. 56 വർഷത്തെ പഴക്കമുള്ള 1968 നടന്ന ഒരു വിമാനാപകടത്തിൽ മരണപ്പെട്ടു പോയ തോമസ് ചെറിയാൻ എന്ന ഒരു 22 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന ഒരു പട്ടാളക്കാരൻ. അദ്ദേഹം 1968 ഫെബ്രുവരി 7 ലഡാക്കിൽ നടന്ന വിമാനാപകടത്തിലാണ് അദ്ദേഹത്തെ കാണാതാകുന്നത്. 56 വർഷങ്ങൾക്ക് ശേഷമാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ മൃതശരീരം കണ്ടെത്തുന്നത്. ആ മൃതശരീരം നാട്ടിലേക്ക് കൊണ്ടുവന്നതും അദ്ദേഹത്തിന്റെ അവകാശികള് ആ മൃതശരീരം സ്വീകരിച്ചതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ആ അപകടത്തിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളിലേക്കൊന്നുമല്ല പോകുന്നത്. ഈ 2 സംഭവങ്ങൾ, ഒന്ന് ഗംഗാവലി പുഴയിൽ കാണാതായ അർജുനനും, അതുപോലെ 56 വർഷങ്ങൾക്ക് മുമ്പ് 1968 ലഡാക്കിൽ നടന്ന വിമാനാപകടത്തില്, അന്നത്തെ വിമാനാപകടത്തില് 103 പേരുമായി പോയ വിമാനമായിരുന്നു അത്. ആ വിമാനം അപകടത്തിൽപ്പെടുകയും വളരെ വർഷങ്ങളോളം നീണ്ട ഒരു തെരച്ചിലുകൾക്കൊടുവിലാണ് ഇത്രയും കാലമായിട്ട് 103 പേരിൽ നിന്ന് ഇതുവരെ 9 പേരെയാണ് പലപ്പോഴായിട്ട് കണ്ടെത്താൻ പറ്റിയിട്ടുള്ളത്. ആ കൂട്ടത്തിൽ അവസാനമായി ഇപ്പോൾ മലയാളിയായ തോമസ് ചെറിയാനെയും കൂടെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ സാധാരണഗതിയിൽ ഒരു മനുഷ്യന്റെ ഭാഗത്ത് നിന്നുള്ള, ഒരു മനുഷ്യനിൽ നിന്നുള്ള ഉപദ്രവങ്ങളും ഉപകാരങ്ങളും എല്ലാം മറ്റുള്ളവർക്ക് ലഭിക്കുന്നത് അദ്ദേഹം ജീവനോടെ ഇരിക്കുമ്പോഴാണ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊരു വസ്തു മാത്രമാണ്. ഒരു മനുഷ്യൻ എന്ന നിലക്ക് എന്തൊക്കെ ഇടപെടലുകളും എന്തെല്ലാം ചെയ്തികളും ഒരാൾക്ക് ചെയ്യാൻ കഴിയുമോ, ആ കഴിയുന്നതെല്ലാം അദ്ദേഹം ജീവനോടെ ഇരിക്കുമ്പോഴാണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഒരാളുടെ ശ്വാസം, അവസാന ശ്വാസം കഴിയുന്നതോടുകൂടെ മനുഷ്യൻ ഒന്നുമല്ലാതായി മാറുന്നതിന് ശേഷവും അദ്ദേഹത്തിന്റെ, ആ വ്യക്തിയുടെ മൃതശരീരത്തിന് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നത്? നമ്മളറിയാം, ഇപ്പൊ ഗൾഫ് നാടുകളിൽ നിന്നൊക്കെ മരണപ്പെടുന്നവരെ, ഇന്ത്യക്ക് പുറത്തു നിന്ന്, കേരളത്തിന് പുറത്തു നിന്നൊക്കെ മരണപ്പെടുന്നവരെ വളരെയധികം റിസ്ക് എടുത്തുകൊണ്ടാണ്, ഒരുപാട് നൂലാമാലകളൊക്കെ പിന്നിട്ടുകൊണ്ടാണ് ഈ മൃതശരീരം നാട്ടിലേക്ക് എത്തിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എല്ലാത്തിനും അപ്പുറം നിൽക്കുന്ന മാനവികത എന്നൊരു സംഗതി ഉണ്ടല്ലോ. മനുഷ്യവംശത്തെ നിലനിർത്തുന്ന, മനുഷ്യനെ മറ്റുള്ള
ജീവികളിൽ നിന്ന്, ജീവജാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നിലനിർത്തുന്ന ഈ മാനവികത എന്ന വലിയൊരു സംഗതിയുണ്ട്. ഒരാളെ ഏറ്റവും വലിയ ബഹുമാനം നൽകേണ്ടത്, ആദരവ് നൽകേണ്ടത് അദ്ദേഹത്തിൻ്റെ മരണാനന്തരമാണ്. മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ശരീരത്തോട്, മൃതദേഹത്തോട് അനാദരവ് പ്രകടിപ്പിക്കുക എന്നത് ഏറ്റവും വലിയ ഒരു പാതകമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരാളുടെ അന്ത്യം സംഭവിക്കുന്നതോടുകൂടെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അദ്ദേഹവുമായി ഏറ്റവും അടുത്ത് അദ്ദേഹവുമായി മാനസിക ഐക്യം പുലർത്തിയിരുന്ന അദ്ദേഹത്തിന്റെ വേണ്ടപ്പെട്ടവർക്ക് മരിച്ചതിന് ശേഷമുള്ള ആ മൃതശരീരം നേരിട്ട് കാണുന്നതോടുകൂടെയാണ് ആ മരണത്തെ കൃത്യമായി ഉൾക്കൊള്ളാൻ പറ്റുന്നത്. നമ്മൾ ഒരുപാട് തിരോധാനങ്ങളുടെ കഥ കേട്ടിട്ടുണ്ട്. ഒരു സുപ്രഭാതത്തിൽ വീട്ടിൽ നിന്നിറങ്ങിപ്പോയ മക്കൾ, അല്ലെങ്കിൽ യാത്രയിൽ എപ്പോഴോ വഴിതെറ്റിപ്പോയ കുഞ്ഞുങ്ങൾ, പിതാവ്, മാതാവ്, ഭർത്താവ്, ഭാര്യ, ഇങ്ങനെ ഓരോ മനുഷ്യന്റെയും അവരവരുടെ ജീവിതവുമായി ഏറ്റവും അടുത്ത് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന അവരുടെ ബന്ധുജനങ്ങൾ ജീവിതയാത്രയിൽ എപ്പോഴോ നഷ്ടപ്പെടുന്നത് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയില്ല. ഒരുപക്ഷെ അവര് മരണത്തിന് കീഴടങ്ങിയിട്ടുണ്ടാകാം, മരിച്ചു പോയിട്ടുണ്ടാകാം. പക്ഷേ മരണം എന്നത് ഒരു അപ്രിയ സത്യമാണ്. ഒരു മനുഷ്യൻ രോഗാതുരമായ, ഏറ്റവും മൂർത്തമായ ഒരു രോഗാവസ്ഥയിൽ വെന്റിലേറ്ററിനകത്ത് കഴിയുമ്പോഴും പുറത്ത് നിൽക്കുന്ന ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം ശുഭപ്രതീക്ഷയാണ്. അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന ഒരു ശുഭപ്രതീക്ഷയിലാണ് പുറത്തു നിൽക്കുന്നവർ. അതുകൊണ്ട് തന്നെ കാണാമറയത്ത് പോയ ബന്ധുജനങ്ങൾ, ഇഷ്ടപാത്രം, അവർ മരണത്തിന് കീഴടങ്ങി എന്ന ആ ഒരു സത്യം അംഗീകരിക്കാൻ, അങ്ങനെ സങ്കല്പിക്കാൻ മടിയാണ്, ഇഷ്ടപ്പെടുന്നില്ല. അതാണ് അതിന്റെ യാഥാർത്ഥ്യം. പക്ഷേ മരിച്ചുപോയ ആളുടെ മൃതശരീരം ജീവനില്ലാത്ത അവസ്ഥയിൽ, അതാണല്ലോ മൃതശരീരം, മരിച്ചുപോയ ആള് ജീവനില്ലാത്ത അവസ്ഥയിൽ ബന്ധുജനങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതോടുകൂടെ ആ മരണം എന്ന യാഥാർത്ഥ്യത്തെ അവർ ഉൾക്കൊള്ളുകയാണ്. അപ്പോഴാണ് എൻ്റെ ഇന്ന ആള്, എൻ്റെ ഉപ്പ, എൻ്റെ ഉമ്മ, എൻ്റെ മകൻ, എൻ്റെ മകൾ, എൻ്റെ ഭർത്താവ്, ഭാര്യ, ഇവർ ഈ ലോകത്തില്ല, ജീവനോടുകൂടെ ഈ ലോകത്തില്ല, അവർ മരണപ്പെട്ടു പോയി എന്ന യാഥാർത്ഥ്യം അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അർജുന്റെ കാര്യത്തിലാണെങ്കിലും തോമസ് ചെറിയാന്റെ മൃതശരീരം ഇന്ത്യൻ സൈന്യം വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കണ്ടെത്തിയതാണെങ്കിലും ഇവിടൊക്കെ ചാലകശക്തികളായി പ്രവർത്തിക്കുന്നത് മാനവികത എന്ന മഹാമൂല്യം തന്നെയാണ്. യഥാർത്ഥത്തിൽ ആ ഒരു മഹാമൂല്യമാണ് നമ്മളെയൊക്കെ നയിക്കുന്നതും നയിക്കേണ്ടതും.